വിചാരധാരയിലേക്ക് സ്വാഗതം. ശരിക്കും മലയാളികൾക്ക് എന്നും 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 അഭിമാനിക്കാവുന്ന ഒരു മഹാപുരുഷനാണ് വയലാർ രാമവർമ്മ. ശരിക്കും നമ്മുടെ മലയാളത്തിൽ എത്രയോ സിനിമാ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ നിന്ന് ഉതിർന്നു വീണിട്ടുണ്ട്. ചെറിയ ഒരു ജനിച്ച സമയം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ സ്ഥായിയായ സ്ഥിരമായ ഒരു ശില്പഗോപുരം തീർത്ത മഹാവ്യക്തിത്വമാണ് വയലാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ മലയാളിയും വയലാറിൻ്റെ ഒരു വരിയെങ്കിലും കേൾക്കാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല. യേശുദാസിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസവും ഇല്ല എന്ന് പറയുന്നത് പോലെ വയലാറിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. അത്രയും പ്രാധാന്യമത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും, അത് പ്രണയമായിക്കോട്ടെ, വിരഹമായിക്കോട്ടെ, അടിപൊളി ഗാനങ്ങളായിക്കോട്ടെ, ഏത് വരികളെടുത്താലും അതെല്ലാം തന്നെ മലയാളത്തിന് ഒരുപാട് പദങ്ങളുടെ ഒരു സമുച്ചയമായിരുന്നു. നമ്മളറിയാത്ത ഒരുപാട് പദങ്ങൾ അതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ നമ്പി സാറൊക്കെ പറയുന്നത് ഇവർ കണ്ടെത്തുന്നതിനപ്പുറം ഒരു വരി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എൻ്റെയൊക്കെ പ്രയത്നം എന്നാണ്. സത്യമാണത്. അത്രയും ബൃഹത്തായ ഒരു വലിയ സാങ്കല്പിക ഗോപുരം കെട്ടിപ്പടുത്ത ആളാണ് വയലാർ രാമവർമ്മ എന്ന് പറയാതിരിക്കാൻ വയ്യ. വിപ്ലവ കവി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നത്. വിപ്ലവകരമായ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നത് ആദ്യം. പക്ഷെ അദ്ദേഹം സർഗസംഗീതം എന്നൊരൊറ്റ കവിതയിലൂടെ അദ്ദേഹം പറഞ്ഞു, വാളല്ലൻ സമരായുധം അത് വിറ്റ് മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന്. വാളുകൊണ്ടും അറുത്തുമാറ്റുന്ന ശരീരം കൊണ്ടും രക്തം കണ്ടും വെറുങ്ങലിച്ച വിപ്ലവമല്ല സമൂഹത്തിന് ആവശ്യം, നാദവിസ്മയം തീർക്കുന്ന വീണയാണ്, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ലോകത്തിന് മുഴുവൻ പകരുന്ന വീണയാണ് ലോകത്തിന് ആവശ്യമെന്ന് വയലാർ പറഞ്ഞു. ആ വയലാറിൻ്റെ ഈ സ്മൃതി ദിനം ഏറ്റവും ഉത്തമമായ ഒരു സങ്കല്പമാണ്. ആ കവിതകളിലൂടെ, ആ ഗാനങ്ങളിലൂടെ നമുക്കെല്ലാം സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന നല്ല പ്രാർത്ഥന മാത്രം. നമസ്കാരം.